ഓക്കെ ഓക്കെ. അമ്മ എത്രയെന്ന് പറഞ്ഞോണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ ഓഫീസിൽ ജോലിക്ക് ചേർന്നപ്പോ ഇന്റർവ്യൂവിന് പോലും ഞാൻ ഇത്രയും ഫേസ് ചെയ്തിട്ടില്ല. വേറെ വഴിയില്ല പ്രിയ. വിക്രം ഇന്ന് മുഴുവൻ ഫ്രീ ആണെന്ന് തോന്നുന്നത്. ഉള്ളി പോകുന്നവരെ എന്തേലൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. എന്തുപറ്റി? ഞാൻ അധികമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ചേച്ചേ, എന്താ മരുമോനെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒന്നുമില്ല. വരുമാനോ? അത് വേറൊന്നുമല്ല. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചങ്ങനെ ശീലായി പോയതാ. സംസാരത്തിന്റെ ഇടയ്ക്ക് അറിയാതെ മരുമോനെന്ന് വന്നുപോയതാ. ആ അങ്ങനെയാണല്ലേ. അയ്യോ, ടെൻഷൻ അടിച്ച് എന്റെ വായിന്ന് എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഇനിയും എന്റെ മരുമോൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, പറഞ്ഞു വായ അടച്ചില്ല, അപ്പോഴത്തേക്ക് വന്നു അടുത്ത ചോദ്യം. എന്താ ചോദിക്കാനുള്ള? ക്ഷമയാ ചോദിക്കാനുള്ളത്. അന്നൊരു ദിവസം നിങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ചില്ലേ? അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. അതുകൊണ്ട് എപ്പോ ക്ഷമ ചോദിക്കുന്നത്. എപ്പോ ചെടി തെറിപ്പിച്ചെന്ന് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. അയ്യോ, മരുമോൻ എപ്പോഴോ വിജിയുടെ മേത്തി ചെളി തെറിപ്പിച്ചെന്ന് തോന്നുന്നു. നിനക്ക് ഓർമ്മയില്ലേ, അന്നൊരു ദിവസം നിലയെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ നിന്റെ ദേഹത്തൊക്കെ ചെളിയായിരുന്നില്ലേ? ആ കാര്യമായിരിക്കും പറയുന്നത്. നീ മറന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല മോനെ, അറിയാതെ തെറിപ്പിച്ചതല്ലേ. എന്റെ മോൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇത് കണ്ടില്ലേ, അവൾ ആ കാര്യം തന്നെ അങ്ങ് മറന്നുപോയില്ലേ. എന്റെ മോള് ആരെങ്കിലും ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമേ അവളുടെ ഓർമ്മയിൽ വെക്കൂ, അല്ലാത്തതൊക്കെ മറക്കും. ഇപ്പൊ മനസ്സിലായി. നിങ്ങളുടെ ഈ മാനേഴ്സ് ഒക്കെയാ നിലമോൾക്ക് കിട്ടിയിരിക്കുന്നത്. മോള് വേഗം എടുത്തു കൊടുക്ക്, പെട്ടെന്ന് പോ. അല്ല, ഇത് ആന്റിയോ? എന്താ ആന്റി? മനസ്സിലായില്ല. അല്ല, നില പ്രിയ ആന്റി എന്നല്ലേ വിളിച്ചത്? അയ്യോ മോനെ, അത് ആന്റിന്നല്ല, മുത്തശ്ശിന്നാ. മുത്തശ്ശി വെള്ളം താന്ന് പറഞ്ഞത് മോന് ആന്റിന്ന് കേട്ട പോലെ തോന്നി. ഇല്ലില്ല, ആന്റി എന്ന് വിളിച്ച പോലെ ഞാൻ കേട്ടത്. കണ്ടില്ലേ, കേട്ട പോലെന്ന് മോനും പറഞ്ഞില്ലേ? അങ്ങനെ തന്നെയാ മോനും കേട്ടത്. പക്ഷെ അവള് പറഞ്ഞത് മുത്തശ്ശീന്നാ. മോനെ, പല്ലുള്ളപ്പോ തന്നെ അവള് മുക്കി മൂളിയാ പറയാ. ഇപ്പൊ 2 പല്ലും കൊഴിഞ്ഞു. മുത്തശ്ശീന്ന് വിളിച്ചത് മോന്റെ ചെവി കേട്ടത് ആന്റിന്നാ. നില സൂക്ഷിച്ച്.